ഹായ്, പാലക്കാടുള്ള റിസോർട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നെന്നല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയെന്നറിയോ ഈ സ്ഥലം കാണാനായിട്ട്. അപ്പം ഞാൻ വന്നത് എൻ്റെ മോനെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഒരു പൂള് കണ്ടോ എൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ ആ പൂളിലാണ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. അപ്പോൾ എന്ത് ഭംഗിയെന്നറിയാമോ ഈ ഒരു സ്ഥലം. ഞാൻ പാലക്കാടിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ദേ, നമ്മുടെ യാക്കര പുഴയുടെ സൈഡിലായിട്ടുള്ളൊരു റിസോർട്ട്. ആ റിസോർട്ട് മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ, എല്ലാം കൊണ്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു, അതായത് ഈ റിസോർട്ടിൻ്റെ തുടക്കം, ആ ഗേറ്റ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കും. പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങി. ഈ റിസോർട്ടിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു കണിക്കുന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട്. ഇതാണ് ഉദയ ആയുർവേദ റിസോർട്ട്. നമ്മളിതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേ ഏരിയ കാണാം. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേ ഏരിയ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ ഈ റിസോർട്ടിൻ്റെ ഓണർ തന്നെ താമസിക്കുന്ന വീടാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പം പിന്നെയും ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ പട്ടിക്കുട്ടികൾ ഒരു കേജിനകത്ത്. അതെന്തോ ഭാഗ്യം കൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചില്ല, കാരണം കുറച്ച് ദിവസമായിട്ട് വന്ന് കണ്ട ഒരു പരിചയമുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെയാണ് ഗീനെ പന്നി. ദേ, ആ സമയത്ത് അവിടെ പണിയെടുക്കുന്ന ഒരു മോനെയും കൂടെ കണ്ടേ. ആ മോനാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ പറഞ്ഞു തന്നത്. ഇത് മഡ് ഹൗസാണ്. ഇതിനകത്ത് തന്നെയായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പം അവിടെ കൊമ്പനാന കൊമ്പനാന. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഭയങ്കര വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണേ. അത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പം ഇത് കണ്ടോ, ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ ഒരു ഏരിയ ഒക്കെ ഈവൻറ്റ്സ് നടത്താൻ പറ്റിയൊരു ഏരിയയാണ്. വലിയ ലോണൊക്കെ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള സ്ഥലം. പിന്നെ നമ്മളത് കഴിഞ്ഞ് പൂള് കണ്ടു. പൂളിൽ കുറേ കുട്ടികളിങ്ങനെ സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ മോനും കൂടെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് യാക്കര പുഴ. യാക്കര പുഴ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സമ്മറിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഇങ്ങനെ ഇരുന്ന് കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. മൊത്തത്തിൽ കാണാനായിട്ടൊരു ഭംഗിയില്ലേ എല്ലാം കൊണ്ടും. പിന്നെ നമ്മളിതേ കോട്ടേജിനെ കുറിച്ച് പറയാം. ഇതാണ് പ്രീമിയം കോട്ടേജ്. ഈ കോട്ടേജിനകത്തൊരു 6 റൂംസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു സെൻറ്ററിലൊരു റൂമുണ്ട്. അതിന് ബാൽക്കണിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ റൂമിന് മാത്രം റേറ്റ് കൂടുതലാണ്. അത് ഏകദേശം ഒരു 8,000 റേഞ്ചിലാണ് വരുന്നത്. ബാക്കിയുള്ള റൂംസിനൊക്കെ ഒരു 5,000 പ്ലസ് ടാക്സ് അങ്ങനെ ആയിട്ടുള്ള രീതിക്കാണെന്നാണ് അറിഞ്ഞത് ഞാൻ. അപ്പം പറഞ്ഞറിഞ്ഞതല്ല, കേട്ടറിഞ്ഞത്. സോറി ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ കോട്ടേജൊക്കെ കാണാനായിട്ട്. നല്ല രസമുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. പിന്നെ ഇതേ നമ്മളവിടെ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് പൂള് പോലെയുള്ളൊരു സംഭവം. ഈ കുറേ മീനുകൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടു. അതിന് ലാസ്റ്റായിട്ട് നമ്മളവിടെ ഒരു ടർക്കി കോഴിയും കൂടെ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഈ റിസോർട്ട് ഭംഗിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ. അടിപൊളിയല്ലേ സംഭവം. അപ്പോൾ നോക്കിക്കേ, ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ടോട്ടലായിട്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് കൊടുക്കുന്നുണ്ടേ.